എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2026 പുതുവർഷത്തിൽ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. തൃക്കേട്ട നക്ഷത്രം വരുന്നത് വൃശ്ചികൻ രാശിയിലാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 ഗ്രഹനില നമുക്കൊന്ന് പരിശോധിക്കാം. സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 2026 ജൂൺ 2 വരെ അഷ്ടമത്തിൽ അഥവാ 8-ലും തുടർന്ന് 9-ലും സഞ്ചരിക്കുന്നു. ശനി 5-ലും രാഹു 4-ലും കേതു 10-ലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ്. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഒരു വർഷഫലമാണ് ഈ രാശിക്കാരെ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതി അത്ര ഗുണകരമായിരിക്കുന്നില്ല. കാര്യതടസ്സങ്ങളും മനപ്രയാസങ്ങളും ഒക്കെ വന്നു ചേരും. എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ പലവിധ നേട്ടങ്ങളും ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതും ആയിരിക്കും. അപ്പോൾ വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. തൊഴിൽ മാറാമെന്നൊക്കെ ചിന്തിക്കാവുന്നൊരു സമയമായിരിക്കും. എന്നാൽ ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി തൊഴിൽ മാറ്റത്തിനൊന്നും അനുകൂലമല്ലാത്ത സമയമാണ്. കാരണം നമ്മൾക്ക് തൊഴിൽ ലഭിക്കും, അല്ലെങ്കിൽ വാക്കാൽ എല്ലാവിധ ഉറപ്പും കിട്ടിയാലും നമുക്ക് രേഖാമൂലം ഉറപ്പ് കിട്ടാതെ തൊഴിൽ മാറുന്നതിന് ഒട്ടും അനുകൂലമല്ലാത്ത സമയമാണെന്നറിയുക. എങ്കിലും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതി മുന്നോട്ട് പോകണം. ബിസിനസ്സിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കണം. പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നവരും കരുതലോടെ മുന്നോട്ട് പോകേണ്ടുന്ന സമയമാണ് വർഷത്തിൻ്റെ ആദ്യ പകുതി എന്നറിയുക. കലാകാരന്മാർ, രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ശ്രദ്ധയോടെ വർഷത്തിൻ്റെ ആദ്യ പകുതി മുന്നോട്ട് പോകണം. ഏതെങ്കിലും തരത്തിലുള്ള അപകീർത്തിയിലൊന്നും പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ വർഷത്തിൻ്റെ രണ്ടാം പകുതി വളരെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ഈ രാശിക്കാരെ വന്നു ചേരുന്നതാണ്. സമ്പത്തും ഐശ്വര്യവും കീർത്തിയും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. പല വിധത്തിലും കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന സമയമാണ്. വിവാഹം അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിവാഹ കാര്യങ്ങളിലൊക്കെ തീരുമാനം ഉണ്ടാകുന്നതാണ്. വിദേശ ജോലിയിൽ നിന്ന് നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരുന്ന സമയമാണ്. മാതൃഗുണം കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന ഒരു കാലയളവായിരിക്കുള്ളൂ. പൊതുവെ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലയളവായിരിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.